ഇപ്പം നമ്മൾ കേരളത്തിൽ വളരെയധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ബസ് കയറിയിട്ട് എന്നെ ഒരു വ്യക്തി ഉപദ്രവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടൻറ് ഉണ്ടാക്കി ഇടുക എന്ന് പറയുന്നത്. ഇപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തു എന്നുള്ള കാര്യമാണ്. നമുക്കറിയാം ഈ ഒരു സംഭവം നടന്ന സമയത്ത് ഈ ഒരു സ്ത്രീനെ സപ്പോർട്ട് ചെയ്തിട്ട് ആളുകളും വന്നിട്ടുണ്ട്, ഈ ഒരു പുരുഷനെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ട് ആളുകളുണ്ട്. ഈ ഒരു പുരുഷനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് കൂടുതൽ ആളുകളും വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു റീല് ഞാൻ കണ്ട സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഇവിടെ പറയാൻ പോകുന്നത്. എനിക്കിത് ഫസ്റ്റ് ഓഫ് ഓൾ കണ്ട സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇത് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത ഒരു വീഡിയോ പോലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന് മെയിനായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്, ഈ ഒരു റീൽ ഇട്ടതിന് ശേഷം പിന്നെ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് വേറൊരു റീലൂടെയും ഇടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇത് ഇഷ്യൂ ആയതിനു ശേഷം ഇവിടെ പേജും കാണാനില്ല, ബ്ലോക്ക് ചെയ്ത് റിപ്പോർട്ട് അടിച്ച് പൂട്ടിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാണാനില്ല. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള കേസ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സ്ത്രീകൾക്ക് ഇതുപോലുള്ള സംഭവങ്ങൾ ബസ്സെന്നോ പൊതുവിടങ്ങളിൽ നിന്നോ എവിടുന്നെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അപ്പം അവിടെ വെച്ച് ഇത് റിയാക്ട് ചെയ്യണം എന്നുള്ളതാണ്. അല്ലാതെ അത് വീഡിയോ എടുത്തിട്ട് വീട്ടിൽ വന്ന് അതിന് ബാക്ക്ഗ്രൗണ്ട് സ്കോറുപ്പിന് അതുപോലെ തന്നെ അതിന് വോയിസ് ഓവർ കൊടുത്തിട്ട് അത് വീഡിയോ ആക്കി ഇട്ട് അല്ല ചെയ്യേണ്ടത്. നിങ്ങൾ അവിടെ വെച്ച് അതിന് റിയാക്ട് ചെയ്യുകയും പോലീസിന് കേസ് കൊടുക്കണമെങ്കിൽ പോലീസിന് കേസ് കൊടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പോലീസും കോടതിയും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഇത് റീൽ ഉണ്ടാക്കി ഇട്ടിട്ട് അത് സോഷ്യൽ മീഡിയയിലിട്ട് സോഷ്യൽ മീഡിയയിലുള്ള ജനങ്ങളോട് ഇതിന് അഭിപ്രായം പറയിപ്പിക്കല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഇതുപോലെ സംഭവം നടന്നു കഴിഞ്ഞാൽ അത് കേസ് കൊടുക്കുക, അല്ല റിയാക്ട് ചെയ്യുക. നിങ്ങൾക്ക് സ്ത്രീകൾക്കാണ് ഇപ്പോൾ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ മുൻഗണന കിട്ടുന്നത്. കോടതിയിലായാലും സമൂഹത്തിലായാലും ഒക്കെ സ്ത്രീകൾക്കാണ് മുൻഗണന കിട്ടുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എപ്പം അപ്പോൾ എനിക്ക് ഈ ഒരു റീൽ കണ്ട സമയത്ത് ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കൂടുതലധികം ഒന്നും ഞാൻ ഇതിനെപ്പറ്റി ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്ത്രീക്കെതിരെയും ഇപ്പം പോലീസ് സ്വമേധയാ കേസ് എടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു വ്യക്തിയുടെ കുടുംബവും കേസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു സംഭവത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കും.